ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന ജഡ്ജ്മെന്റ് അനുസരിച്ചാണെങ്കിൽ ക്രിമിനൽ കോൺസ്പിറൻസി, ഗൂഢാലോചന, മറച്ചുവെക്കലൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾ ഈ 2025 ഇത് കൊണ്ടുപോയത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2025 പ്രശ്നങ്ങളെക്കുറിച്ച് യാതൊരുവിധ ആക്ഷേപവും ഇല്ല. കോടതിയെ അറിയിക്കാതെ കൊണ്ടുപോയി എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. 2025 സ്വർണ്ണ നഷ്ടമോ മറ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇല്ല. നമ്മൾ 2019 ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോൾ 2025 കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഞങ്ങളത് ആൾവഴി ഒന്നും പറയാം. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ വിവാദം. സെപ്റ്റംബർ 20 അയ്യപ്പ സംഘം. സെപ്റ്റംബർ 7 നമ്മുടെ തിരുവാഭരണ കമ്മീഷൻ നേതൃത്വത്തിൽ സന്നിധാനത്തെത്തുകയും ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷം ഈ കാര്യം, ഈ ദ്വാരപാലക ശില്പങ്ങൾ അഴിച്ചെടുത്ത് കൃത്യമായ അതിന്റെ ആകെത്തൂക്കം, അതിൽ സ്വർണത്തിന്റെ അളവ് എന്നിവ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. കൃത്യമായി മാത്രം രേഖപ്പെടുത്തുകയാണ്. വീഡിയോ ചിത്രീകരണവും ചെയ്യുകയാണ്. അപ്പോഴാണ് വൈകുന്നേരത്തോടുകൂടി ഈ പ്രോസസ്സ് തീരുന്നു. അപ്പോഴാണ് ഇത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണം, കോടതിയെ അറിയിക്കണം എന്നുള്ള ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു എന്നുള്ള വിവരം ഈ ഉദ്യോഗസ്ഥർക്ക് ശ്രദ്ധയിൽപ്പെടുന്നത്. പിറ്റേന്ന് രാവിലെ 8 മണിക്ക് തന്നെ സ്പെഷ്യൽ കമ്മീഷണറെ ഈ ഉദ്യോഗസ്ഥർ വിളിക്കുകയാണ്. ഇപ്പോൾ റിപ്പോർട്ട് അയച്ചാൽ മതി എന്ന് പറയുന്നു. റിപ്പോർട്ട് അയച്ചാൽ മതി, കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ ആ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് അയച്ചാൽ മതി. സ്പെഷ്യൽ കമ്മീഷണർ അപ്പോൾ ഇത് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൊണ്ടുപോകത്തില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം ഉച്ചയോടുകൂടിയാണ്, ഏതാണ്ട് ഒരു 11:30-12 മണിയോടുകൂടിയാണ് പത്തനംതിട്ടയിൽ നിന്ന് ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത്. ചെന്നൈയിലേക്ക് കൊണ്ടുപോയി 9-ാം തീയതിയോടുകൂടി ചെന്നൈയിലെത്തുന്നു. അവിടെ പ്രോസസ്സ് ആരംഭിക്കുകയാണ്. 9-ാം തീയതി സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. 10-ാം തീയതി കോടതി ഇത് നിർത്തിവയ്ക്കാൻ പറയുകയാണ്. എന്നിട്ട് SP ചുമതലപ്പെടുത്തുകയും ചെയ്തു. ദേവസ്വം ബോർഡ് SP ചുമതലപ്പെടുത്തുകയും ചെയ്തു. ദേവസ്വം ബോർഡ് SP ഇവിടെ എത്തി കാര്യങ്ങൾ പരിശോധിച്ചു. അപ്പോൾ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായി പാലിച്ചിട്ടുണ്ട്. കോടതി അറിയിച്ചില്ല എന്നുള്ളത് തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. 14-ാം തീയതിയോടുകൂടി ബോർഡ് സെക്രട്ടറി നിരുപാധികം കോടതിയോട് മാപ്പ് പറയുന്നു. 14-ാം തീയതി തന്നെ ഇത് മുന്നോട്ട് പോകുവാൻ, ഈ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോയിക്കോളാൻ സ്റ്റേറ്റ് ചെയ്യുകയും മുന്നോട്ട് കൊണ്ടുപോകാൻ കോടതി അനുമതി നൽകുകയും ചെയ്തു. അതോടുകൂടി 2025 ഈ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം തീരുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 15-ാം തീയതിയോടുകൂടി ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട 25 ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും തീരുകയാണ്. പിന്നെ എപ്പോഴാണ് വീണ്ടും ഈ വിവാദം വരുന്നത്? എപ്പോഴാണ്? സെപ്റ്റംബർ 20 അയ്യപ്പ സംഘം. സെപ്റ്റംബർ 17 എന്നാണ് എൻ്റെ ഓർമ്മ. കേരളത്തിലൊരു പ്രമുഖ മാധ്യമത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തൽ വരികയാണ്. ശബരിമലയിൽ 4 കിലോയുള്ള 2 താങ്ങുപീഠങ്ങൾ, ദ്വാരപാലക താങ്ങുപീഠക ശില്പങ്ങൾ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട വിവാദം. ആ വിവാദവും അത് ഏറ്റുപിടിച്ചുകൊണ്ടാണ് ബഹുമാനായ പ്രതിപക്ഷ നേതാവ്, അന്നത്തെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അന്നെന്താ പറയുന്നത്? ദേവസ്വം വകുപ്പ് മന്ത്രി രാജിവെക്കണം, സ്വർണ്ണക്കള്ളനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചവിട്ടി പുറത്താക്കണം. വലിയ വാർത്തയാകുന്നു. അങ്ങനെ വീണ്ടും കോടതി ഇടപെടുകയാണ്. കോടതി വീണ്ടും ആരെ തന്നെ വയ്ക്കുകയാണ്? ദേവസ്വം ബോർഡ് SP തന്നെ വീണ്ടും അന്വേഷണത്തിന് വയ്ക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ശബരിമല അയ്യപ്പ സംഘമൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാം വലിയ പാനിക്കാണ്, വലിയ ടെൻഷനിലാണ്. കാരണം വലിയൊരു ആരോപണമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥന്മാർക്കും പ്രതിക്കൂട്ടിലാവില്ലേ? അങ്ങനെ SP ഇവിടെ വരുന്നു, പരിശോധിക്കുന്നു, രേഖകളുണ്ടോ, ഇത് സാധനം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. ശബരിമലയിലെത്തി അവിടുത്തെ രേഖകളുണ്ടോ എന്ന് പരിശോധിക്കുന്നു. സ്ട്രോങ് റൂമിൽ പരിശോധിക്കുന്നു. അവിടെയൊന്നും കാണാനില്ല, രേഖയുമില്ല, ഈ സാധനവുമില്ല. പിന്നീട് അവിടുത്തെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ആറന്മുളയിലെത്തി പരിശോധിക്കുന്നു. അതും അപ്പോഴേ രേഖയില്ല, ഒന്നുമില്ല. അപ്പൊ എല്ലാവരും പാനിക്കായി നിൽക്കുകയാണ്. ആ സമയത്താണ് 23-ാം തീയതിയോ 24-ാം തീയതിയോ ആണെന്നാണ് എൻ്റെ ഓർമ്മ, SP എന്നെ വിളിക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു വാസുദേവൻ പോറ്റി ഞങ്ങളുടെ അന്വേഷണ സംഘത്തിലുള്ള ഒരു SIയെ വിളിച്ചിരിക്കുന്നു. ഇത് ഈ മാധ്യമങ്ങളിൽ കാണുന്ന ഈ ദ്വാരപാലക ശില്പങ്ങൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു.
അത് ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അവർ പെട്ടെന്ന് തന്നെ വാസുദേവൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നു. നേരെ അവിടെ വരുന്നു, വെഞ്ഞാറമൂടിലെത്തുന്നു. ദ്വാരപാല ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് തന്നെ പിടിച്ചെടുക്കുന്നു. അതേ സമയത്താണ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ നമ്മൾ വിളിക്കുകയാണ്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം, വിളിക്കുകയാണ്. സർ, കോടതി 2019 ഫയലുകൾ ചോദിക്കുകയാണ്. ആ 2019 ഫയലുകൾ കോടതി ചോദിക്കുന്നു എന്ത് വേണം. ഈ 2019 ഫയലുകൾ, അപ്പം ഞാൻ അത് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. ഇത്രയും വലിയൊരു പ്രശ്നമാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പം ഞാൻ പറയുന്നു നിങ്ങൾ കൃത്യമായിട്ട് അത് കോടതി കൊടുക്കണം. അങ്ങനെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെവിടെ കൊടുക്കുന്നത്, കോടതിയിലേക്ക്. അല്ലല്ല, ഈ ഫയൽ 2019 ഫയൽ കോടതിയിലേക്ക് കൊടുക്കുന്നു. വീടൊക്കെ അറസ്റ്റ് ചെയ്തു. ഈ 2019 ഫയലുകൾ നിങ്ങൾ നോട്ട് ചെയ്യുന്നത്, ആ 2019 ഫയലുകളിൽ നിന്നാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മെയിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ 2019 നടന്ന കൊള്ളയുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും പുറത്തു വരുന്നത്. അതുവരെ ആർക്കെങ്കിലും ഈ വിഷയത്തെ സംബന്ധിച്ച് അറിവുണ്ടായിരുന്നോ? ഇങ്ങനൊരു കൊള്ള നടന്നുവെന്നോ, ഇങ്ങനൊരു മോഷണം നടന്നുവെന്നോ ആർക്കെങ്കിലും അറിവുണ്ടായിരുന്നോ? 2025 നവംബറിൽ ഈ ഫയൽ കോടതിയിൽ, ബഹുമാനപ്പെട്ട കോടതിയിലേക്ക് എത്തുമ്പോഴാണ് ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട സകല ഡീറ്റെയിൽസും പുറത്തു വരുന്നത്. ഞങ്ങളാണ് ആ ഫയൽ കൊടുത്തത്. ഞങ്ങൾക്ക് എന്തെങ്കിലും മറയ്ക്കാനുണ്ടായിരുന്നെങ്കിൽ, ഞാൻ പറയുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലും മറയ്ക്കാനുണ്ടായിരുന്നെങ്കിൽ ആ ഫയല് കൊടുക്കാതിരിക്കട്ടെ. അല്ലെങ്കിൽ ഫയലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് ഒളിക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ പേപ്പറുകൾ മാറ്റണ്ടേ. ഞങ്ങൾ ഇങ്ങനൊരു ചെയ്തോ? ഞങ്ങളിതെല്ലാം ബഹുമാനപ്പെട്ട കോടതിയെ സമർപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒളിപ്പിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതേ സമയത്ത് തന്നെയാണ് ഗവൺമെൻറ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ കോടതിയോട് ആവശ്യപ്പെടണം, സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടണം. അങ്ങനെ ഞങ്ങൾ കൂടി ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ വഴി കോടതിയോട് ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ SIT ടീമിനെ പ്രഖ്യാപിക്കുന്നത്. ഇതാണ് നടന്ന സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പിന്നെ അതിനുശേഷം ഒരു കൂട്ടപ്പൊരിച്ചിലായി. പിന്നെന്തായി, പിന്നെ അയ്യപ്പ സംഗമം കഴിഞ്ഞ ഉടനെ പ്രസിഡന്റിന്റെ വിസിറ്റായി, സീസണായി, അന്വേഷണമായി, ഇങ്ങനെ പോകുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊന്നും പഠിച്ച് നമുക്ക് വെരിഫൈ ചെയ്യാൻ, നിങ്ങളോട് ബ്രീഫ് ചെയ്യാൻ നമുക്ക് പറ്റാത്തത്. ഗൂഢാലോചനയാണ് പറയുന്നത്. നിങ്ങൾ നോക്കൂ, 2024 സെപ്റ്റംബർ 20-നാണ് 2024 സെപ്റ്റംബർ 20-നാണ് ബോർഡിന് മുന്നിൽ ഈ ദ്വാരപാല ശില്പങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഫയൽ വരുന്നത്. അന്നൊരു ഭക്തന് ഇത് വാറണ്ടി ഉണ്ട്, ഒരു ഭക്തന് കൊടുത്തയക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിക്വസ്റ്റും ഈ കാര്യങ്ങളൊക്കെ വരുന്നത് 2024 20/9/2024 ആദ്യമാണ്. 30/10/2024 30/10/2024 ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭ്യർത്ഥന. അന്ന് വരുന്നത്, ആദ്യം വരുന്നത് ഒരു ഭക്തനെ കൊണ്ട് ഇതിന്റെ വാറണ്ടിയൊക്കെ അന്വേഷിച്ചിട്ട് വാറണ്ടി ഉണ്ട്, ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. 30/10/2024 30/10/2024 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷയൊക്കെ വാങ്ങി വാറണ്ടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനൊരു ഇത് വരും. ഞാൻ പറയുന്നത്, എൻ്റെ ഒരു ചോദ്യം, 30/10/2024 ഞങ്ങളുടെ മുന്നിൽ വരുന്നു. 2019 ഈ വിഷയമൊക്കെ നടന്നിരിക്കുന്നത്. എൻ്റെ ഒറ്റ ചോദ്യം, 2019 ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ചില ടീം അന്വേഷണ സംഘമൊക്കെ ഉണ്ട്. അവരുടെ ആരെങ്കിലും ഒരു റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് മുന്നിൽ വന്നിട്ടില്ല, ഞങ്ങളുടെ ബോർഡിന് മുന്നിൽ വന്നിട്ടില്ല. ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചോ, ഈ പറയുന്ന ദ്വാരപാല ശില്പങ്ങളുടെ മംഗലിനെ സംബന്ധിച്ചോ, പ്രശ്നങ്ങളെ സംബന്ധിച്ചോ, കുഴപ്പങ്ങളെ സംബന്ധിച്ചോ, ഊറ്റലിനെ സംബന്ധിച്ചോ, മോഷണത്തെ സംബന്ധിച്ചോ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല. അത് SP-യുമായി ബന്ധപ്പെട്ട്, വിജിലൻസുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുണ്ട്. ദേവസ്വം ബോർഡിന്റെ പിന്നെ സ്പെഷ്യൽ ഇത് തിരുവാഭരണം കമ്മീഷൻ, അദ്ദേഹമാണല്ലോ ഇതിന്റെ അതോറിറ്റി. ആ അന്നത്തെ ഉദ്യോഗസ്ഥൻ മുതൽ പിന്നെ ഇങ്ങോട്ട് 6 തിരുവാഭരണ കമ്മീഷണർമാർ വന്നു. അവരുടെ ഒരു റിപ്പോർട്ടും ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല. ഈ സമയത്ത് ഞങ്ങൾക്കറിയില്ല, ഒരു പ്രയർ നോളജ് ഞങ്ങൾക്കില്ല. ഒരു പ്രയർ നോളജ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കില്ല. ഇങ്ങനെ ഒരു പ്രയർ നോളജ് ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അത് അട്ടിമറിച്ചുകൊണ്ടാണ്, അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഞങ്ങൾ
വീണ്ടും ഇത് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രയോജനമുള്ളതുമില്ല. വന്നതെന്താ, ആകെ വന്നതെന്താ, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ശുപാർശ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിടണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന്റെ ഞങ്ങളുടെ മുന്നിൽ അന്നത്തെ ബോഡി വന്ന് പരിഹരിക്കുമ്പോൾ വാറണ്ടി സർട്ടിഫിക്കറ്റോ വാറണ്ടി ഉണ്ട് എന്ന് പറഞ്ഞു. വാറണ്ടി ഉണ്ട്, കാരണം വാറണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ അതിന്റെ പൈസ ഞങ്ങൾക്ക് കിട്ടുകയുള്ളൂ. 12 ലക്ഷം രൂപ ഇത് ചെയ്തെടുക്കുന്നതിന് കൂലിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞങ്ങളുടെ മുന്നിൽ വരുമ്പോൾ അത് കൊടുത്തില്ല, കാരണം ഈ മോഷണത്തെ കുറിച്ച് നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ വാറണ്ടി നഷ്ടം, ഓഡിറ്റ് അപ്ഡേഷൻ വരും എന്ന് പറഞ്ഞിട്ടാണ്, വാറണ്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ചെന്നൈയിലേക്ക് കൊടുത്തുവിടാൻ ആ വാറണ്ടി തന്നെ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തുവിടുന്നത്. പക്ഷെ അപ്പോഴും ഇതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ടും ഒരു മോഷണത്തെ സംബന്ധിച്ച് ആർക്കും പൊതുസമൂഹത്തിന് പോലും അറിയില്ല. പിന്നെ പറഞ്ഞു തരുന്നത് എന്താ, ഈ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു വിടണം, അത് സഹിതമാണ് തിരുവാഭരണ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത്. അപ്പം ഞങ്ങൾ എന്താ ചെയ്തത്, അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ പറ്റില്ല, അതൊരു മൂന്നാമതുടെ ആളുടെ കൈവശം കൊടുത്തുവിടാൻ പറ്റില്ല. അതെങ്ങനെയാണ്? അറ്റകുറ്റപ്പണിക്ക് ചെന്നൈയിലെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തിരുവാഭരണ കമ്മീഷണർ, ദേവസ്വം സ്മിത്ത്, വിജിലൻസ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, ശബരിമല എന്നിവരുടെ സാന്നിധ്യത്തിൽ കൊണ്ടുപോയി അറ്റകുറ്റപ്പണികൾ ചെയ്ത് പുനഃസ്ഥാപിക്കുന്നതിന് തിരുവാഭരണ കമ്മീഷണർക്ക് ഉത്തരവ് കൊടുക്കുന്നു. പറഞ്ഞു. അപ്പം ഞങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊന്ന് സ്പർശിക്കുവാനോ കാണുവാനോ പോലുമുള്ള അവസരം ഉണ്ടാക്കുന്നില്ല. 2019 അങ്ങനെയല്ല. 2019 ഇതെല്ലാം കൂടി ചാക്കിൽ കെട്ടി ഒരു കൃത്യമായ മഹസൂലില്ലാതെ ഒരു റെക്കോർഡിക്കലും ഇല്ലാതെ കൊടുത്തുവിടുമായിരുന്നു. ഒരു ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം ഇല്ലാതെയായിരുന്നു കൊടുത്തുവിട്ടത്. 2025 അങ്ങനെയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കോടതിയെ അറിയിച്ചില്ല എന്നുള്ളതാണ്. ഈ 2023 ജൂൺ 30 ആണ് ഈ ഉത്തരവ് വരുന്നത്. ഈ ശബരിമല ക്ഷേത്രത്തിനുള്ളിലെ സ്വർണം വെള്ളി ഉരുപ്പടികൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കണമെന്നുള്ള കോടതി ഉത്തരവ് വരുന്നത് ജൂൺ 30 2023 ജൂൺ 30. അപ്പം ഞങ്ങളുടെ ബോർഡ് അധികാരത്തിൽ വന്നിട്ടില്ല. ഞങ്ങളുടെ ബോർഡ് അധികാരത്തിൽ വരുന്നത് നവംബറിലാണ്, 23 നവംബറിലാണ്. അപ്പം ഞങ്ങൾക്കറിയില്ല. അപ്പം ഞങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാരോട് എന്തുകൊണ്ട് നിങ്ങൾ ഇത് പിന്നെ വിശദീകരണം ചോദിച്ചു. അപ്പം അവർ പറഞ്ഞത് ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു. തിരുവാഭരണ കമ്മീഷൻ ഓഫീസിൽ ഇത്തരം ഒരു കോടതി വിധിയുടെ കോപ്പി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എക്സിക്യൂട്ടീവ് ഓഫീസർ ചോദിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞതും ഞങ്ങളുടെ ഓഫീസിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ ബോർഡിലെ ലാ ഓഫീസറോട് ചോദിച്ചു. ലാ ഓഫീസർ പറഞ്ഞത് 2023 ഈ പറയുന്ന ഒരു സർട്ടിഫൈഡ് കോപ്പി നാളിതുവരെ സ്റ്റാൻഡിംഗ് കമ്മീഷൻ ഓഫീസിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം സത്യത്തിൽ നമ്മൾ അവസാനം കൊടുത്ത ഉത്തരവ് എന്താ? ഇതിൽ കൊടുത്തിരിക്കുന്ന ഉത്തരവെന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ചട്ടപ്രകാരം എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റ് ചട്ടപ്രകാരവും എല്ലാ ഉത്തരവുകളും നടപടികളും പാലിച്ചുകൊണ്ട് വേണം ഇത് കൊണ്ടുപോകാനെന്നാണ് നമ്മുടെ ഉത്തരവ്. ഏറ്റവും അവസാനത്തെ ഉത്തരവാണ് ഞാൻ വായിക്കുന്നത്. സൂചനാ റിപ്പോർട്ടുകൾ പരിഗണിച്ച് ശബരിമല ദേവസ്വത്തിൽ ശ്രീകോവിലിന് മുമ്പിലെ ചെമ്പിൽ പൊതിഞ്ഞ സ്വർണം പൂശിയിട്ടുള്ള ദ്വാരപാലക ശില്പത്തിന്റെ താങ്ങുവീട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ താങ്കളുടെ മേൽനോട്ടത്തിലും ആരുടെ തിരുവാഭരണ കമ്മീഷന്റെ മേൽനോട്ടത്തിലും പിന്നെ സൂപ്രണ്ട് ഓഫ് വിജിലൻസ് സാന്നിധ്യത്തിലും ശബരിമല ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ദേവസ്വം സ്മിത്ത് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഡിപ്പാർട്ട്മെന്റ് നടപടിക്രമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ചെലവിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോകണം. അതിൽ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണം, അന്ന് എനിക്ക് 29 ഗ്രാം സ്വർണം മാത്രമേ ഉള്ളൂ അത് പൂശിയെടുക്കുന്നതിന്. അങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ചട്ടങ്ങളും നിബന്ധനകളും എല്ലാം പാലിച്ചു കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ അതിലെല്ലാം ഇത് ഇൻക്ലൂഡിംഗ് ആണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പിന്നെ അറിയിക്കാൻ പറ്റില്ലല്ലോ. ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇത് പാലിച്ചല്ലേ കൊണ്ടുപോകേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ ആദ്യം തീരുമാനിക്കുന്ന സമയത്ത് ഒരു പ്രയർ നോളജ് ഞങ്ങൾക്കില്ല, ഈ വാറണ്ടി സർട്ടിഫിക്കറ്റ് ഞങ്ങൾ കണ്ടിട്ടില്ല. ആകെ ഉള്ളത് ഇത് കൊടുത്തു വിടണമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ എല്ലാ ചട്ടങ്ങളും പാലിച്ചു തന്നെയാണ് ഇത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാ ഉത്തരവുകളും കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥരാണ് ഇവരെ അറിയിക്കേണ്ടത്. ഇനി ഇതിൽ ഒരു ഉദ്യോഗസ്ഥ വീഴ്ച മാത്രമാണ് വന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു പ്രയർ നോളജും ഇല്ല. പിന്നെ ഗൂഢാലോചന, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഞാൻ ഒറ്റ തവണയെ കണ്ടിട്ടുള്ളൂ, ഒറ്റ തവണ. 2023 നവംബറിൽ ഞാൻ ചാർജ് എടുത്ത് അവിടെ ചെല്ലുമ്പോൾ ആ എക്സിക്യൂട്ടീവ് ഓഫീസിൽ വെച്ചാണ് കാണുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസിൽ വെച്ച് മറ്റെന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി, അവിടുത്തെ നെയ്യഭിഷേകമോ എന്തോ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് 3-4 കോൾ മാത്രമേ, 4-5 കോൾ മാക്സിമം ഇതുവരെ നമ്മൾ വിളിച്ചിട്ടുള്ളൂ. അത് തന്നെ ഏതാണ്ട് 30 സെക്കൻഡ് ഒരു മിനിറ്റ് താഴെയാണ്.
ഇതിനിടയിൽ ഈ പിന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇത്രയും ആളുകളുടെ സാന്നിധ്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ഗൂഢാലോചന നടത്തുന്നത്? ഞാൻ ഒറ്റത്തവണ കണ്ടിട്ടുള്ളൂ അയാളെ. ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന ആളിനെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലെന്ന് വരെ ടി വിയിൽ വരുമ്പോഴാണ് അതൊക്കെ കാണുന്നത്. പങ്കജ് ഭണ്ഡാരിയെ കുറിച്ച് നമ്മൾ അറിയുന്നത് ഈ വാർത്തകളിലൊക്കെ വന്ന് ഇപ്പോൾ ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പം എന്തെങ്കിലും ഒരു 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 താല്പര്യം വേണ്ടേ? 2019 കൊള്ളം മറയ്ക്കാനാണ് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് ജഡ്ജ്മെന്റ്? ഞങ്ങൾ കൂടാതെ 2019 ഞാൻ കോൺഗ്രസ് നയിക്കുകയാണ്. 2019 ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. എനിക്കെന്താ ബാധ്യത? ഞാൻ പറയുന്നത് ഈ അങ്ങനെ എന്തെങ്കിലും ഒരു കോൺസ്പിറൻസി ഉണ്ടെങ്കിൽ ഈ 2019 ഫയലുകൾ ഞങ്ങളല്ലേ കൊടുക്കുന്നത്? ആ ഫയലുകൾ കൊടുക്കാതിരുന്നാൽ പോരെ? ആ ഫയലുകളിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ ആ പേപ്പറുകൾ മാറ്റിയാൽ പോരെ? നമ്മളത് ചെയ്തില്ലല്ലോ. ഞങ്ങൾ കൃത്യമായിട്ടല്ലേ ഞങ്ങൾ കൊടുത്തത്. കാരണം കോടതി ഒരു ഫയൽ ആവശ്യപ്പെട്ടാൽ കൊടുക്കണം. പിന്നൊരു എൻ്റെ ചോദ്യം, ഈ 25 ഞങ്ങൾ ഈ ഫയൽ കൊടുത്ത് കോടതിയുടെ നേതൃത്വത്തിൽ SITയുടെ നേതൃത്വത്തിൽ ഇതൊക്കെ പുറത്തു വരുമ്പോഴാണല്ലോ പൊതുസമൂഹം അറിയുന്നത്. അങ്ങനെയല്ലേ? വേറെ ആരെങ്കിലും നിങ്ങളാരും പറഞ്ഞിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ ഇതുപോലൊരു സ്വർണ്ണമോഷണത്തെക്കുറിച്ച്? ആകെ ഉണ്ടായിരുന്ന വാറണ്ടിയാണ്. ആ വാറണ്ടി സർട്ടിഫിക്കറ്റ് പോലും ഞങ്ങളുടെ ബോർഡ് പരിഗണിക്കുമ്പോൾ വന്നിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതിലൊരു ഒരു 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 പ്രയർ നോളജ് ഞങ്ങൾക്കില്ല. ഇതിൽ ആരുമായും, അത് ഉണ്ണികൃഷ്ണൻ പോറ്റുമായിട്ടോ ഗോവർദ്ധനുമായിട്ടോ പങ്കജ് ഭണ്ഡാരി, ഇതൊക്കെ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയൊക്കെ ഈ പിന്നീട് അതൊക്കെ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് യാതൊരു നോളജുമില്ല. ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കട്ടെ, SIT അന്വേഷിക്കട്ടെ, കോടതിയുടെ ബഹുമാനപ്പെട്ട കോടതി നിരീക്ഷിച്ചതിൽ അന്വേഷിക്കട്ടെ. ഞങ്ങൾ നിയമപരമായി ഞങ്ങൾ അത് നമ്മൾ ആലോചിച്ച് മുന്നോട്ട് പോകും. 2019 കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് വരുമ്പോഴാണല്ലോ 2025 ഇത്തരത്തിലൊരു പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയ കാര്യവും ബോർഡ് അക്കാര്യത്തിലൊരു പ്രതികരണവും ബോർഡിന്റെ ഭാഗത്തുനിന്ന് തങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന ആ സമയത്താണ്. ഇതിന് മുമ്പ് നേരത്തെ തന്നെ ആ റിപ്പോർട്ട് കണ്ടിട്ടുള്ള ഞങ്ങളുടെ ഭരണസമിതിക്ക് മുമ്പാണ് നടന്നെന്നുമാണ് പറയുന്നത്. പിന്നീട് എന്തുകൊണ്ട് ചുമതലയേറ്റ ശേഷം ഇത്തരത്തിലുള്ള പേപ്പറുകളും ഫയലുകളും വന്നപ്പോഴത്തേക്കും അതിനകത്ത് നടപടിയെ പറ്റി കാര്യം മനസ്സിലായില്ല? അതായത് 2025 മുമ്പല്ലേ ബോർഡ് താങ്കളുടെ 2024 ഈ ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ ആദ്യം വരുന്നത്. ഇല്ല, അങ്ങനെ അതല്ലേ ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ പറയുന്നത് 2024 ആദ്യമായി ദ്വാരപാല ശില്പങ്ങൾ പുറത്തു കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ഫയൽ ഞങ്ങളുടെ മുന്നിൽ വരുന്നത് 2024 9-ാം മാസം അല്ലേ? 9-ാം മാസമാണ് ഇത് ഫയൽ വരുന്നത്. ആ സമയത്ത് ഞങ്ങൾക്കൊരു പ്രയർ നോളജ് ഇല്ല. അതെ അതെ, ആ സമയത്താണ് ഇത് വരുന്നത്. ആ സമയത്ത് ഈ 2019 ഈ സ്വർണ്ണക്കുള്ളതിനെ കുറിച്ച് ആർക്കറിയാവുന്നത്? ആയിക്കോട്ടെ, ഇതെപ്പോഴാ? 24 കാര്യമാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ മുന്നിൽ ഇത് ആദ്യമായിട്ട് വരുന്നത്, പിന്നെ ഈ ഫയൽ നമ്മുടെ മുന്നിൽ ആദ്യമായിട്ട് വരുന്നത് 9/10/2024 9/10/2024. ഇതെല്ലാം ഈ 2019 ഫയലുകൾ കോടതി ആവശ്യപ്പെടുന്നപ്പോഴാണ് 25 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നെ വീട്ടിൽ നിന്ന് ദ്വാരപാലക ശില്പങ്ങൾ പിടിച്ചെടുത്തപ്പോഴാണ് കോടതി എക്സിക്യൂട്ടീവ് ഓഫീസറിൽ ആവശ്യപ്പെടുന്നത്. അതിനുശേഷമല്ലേ പുറത്തു വരുന്നത് ഈ വാർത്തകളെല്ലാം. അപ്പൊ ഞാൻ പറയുന്നത്, എന്റെ ഒറ്റ ചോദ്യം ഇങ്ങനെയുള്ളൂ. 2024 ബന്ധപ്പെട്ട 25 ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഞങ്ങൾ കോടതിയോട് മാപ്പ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തീർന്നതാണ്. പിന്നെ എപ്പോഴാണ് ഇത് പുറത്തു വരുന്നത്? 2020 ഈ അയ്യപ്പ സംഗമത്തിന് മുമ്പ് 17-നാണ്, സെപ്റ്റംബർ 17-നാണ് ഇങ്ങനൊരു പിന്നെ ആരോപണം വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയുടെ സേഫ് കസ്റ്റഡിയിൽ വെച്ചിട്ട് ഇത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസിൽ സമർപ്പിച്ചിട്ടുണ്ടെന്ന് കള്ളം പറഞ്ഞതിന് വേണ്ടി എന്തിനു വേണ്ടിയാണ് കള്ളം പറഞ്ഞത്? അയാളുടെ സേഫ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഒരു സാധനം അയാൾക്കറിയാമായിരുന്നു. അത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസിൽ വച്ചിട്ടുണ്ട് എന്ന് പച്ചയ്ക്ക് കള്ളം പറഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു? അതിലൊരു ഗൂഢാലോചന ഉണ്ട്. അത് ഈ പറയുന്ന പിന്നെ അയ്യപ്പ സംഗമത്തെ പൊളിക്കാൻ വേണ്ടി തന്നെ ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സത്യത്തിൽ അയ്യപ്പ സംഗമം ഒരു നിമിത്തമായി മാറുകയാണ്. അയ്യപ്പ സംഗമം ഒരു നിമിത്തമായി ഈ ആരോപണം വന്നതുകൊണ്ടാണല്ലോ കോടതി വീണ്ടും അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. അതുകൊണ്ടാണല്ലോ 2019 ഫയലുകൾ കൊടുക്കാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിനത് മനസ്സിലായില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ ഉണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ അയ്യപ്പ സംഗമത്തെ പരാജയപ്പെടുത്തുവാനാണ് അല്ലെങ്കിൽ
കാരണം എന്തെന്നറിയാമോ? കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ സ്പോൺസർ എന്നൊക്കെ പറഞ്ഞ് മേനേജ് നടക്കുന്ന ആളല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഞങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു 10,500-4,000 പേരെ വെച്ചിട്ടല്ലേ അയ്യപ്പ സംഗമം വെച്ചത്. അപ്പോ വലിയ സ്പോൺസർ മേനേജ് നടക്കുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഞങ്ങൾ വിളിച്ചിട്ടില്ല, ഈ അയ്യപ്പ സംഗമത്തെ ഞങ്ങൾ വിളിച്ചിട്ടില്ല. മാത്രമല്ല ഈ ദ്വാരപാലക ശില്പങ്ങൾ അയാളെ കയ്യിൽ കൊടുത്തുവിടുമെന്ന് പറഞ്ഞാൽ കൊടുത്തുവിട്ടിട്ടുമില്ല. അദ്ദേഹം മാത്രമല്ല ഇതിൽ ഈ റജികുമാർ എന്ന് പറയുന്ന ആളിന്റെ ഗൂഢാലോചനയും പരിശോധിക്കപ്പെടണം. ഇപ്പോഴത്തെ സർക്കാരിന്റെ എന്തെങ്കിലും സമ്മർദ്ദം SITക്ക് മുകളിൽ ഉണ്ടോ? ഈ പറയുന്ന പോലെ ഇപ്പോഴത്തെ അന്നത്തെ ബോർഡിനെയും കൂടെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, അത് വരട്ടെ. ഞാൻ പറയുന്നത് ഗൂഢാലോചന ഉണ്ടെങ്കിൽ എവിടെയാണ് ഈ ഗൂഢാലോചന എന്നുള്ളത് ബഹുമാനപ്പെട്ട SIT ഉദ്യോഗസ്ഥർ അന്വേഷിച്ചിട്ട് അത് പറയട്ടെ, തെളിവുകൾ വരട്ടെ, നമുക്ക് നോക്കാം. മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോഴത്തെ ശബരിമല മേൽശാന്തി ED പ്രസാദ് ആ മേൽശാന്തി ആയത് വ്യാജരേഖകൾ ചമച്ചാണെന്നും അതിന് കഴിഞ്ഞ ബോർഡ് കൂട്ടുനിന്നു എന്നുള്ളതാണ് ചില വിവരങ്ങൾ പുറത്തു വന്നു. അതിൽ താങ്കൾ ഈ മേൽശാന്തി പട്ടികയിൽ ഇടം പിടിക്കുന്നതിന് വേണ്ടി സുരേഷ് പോറ്റി എന്ന വ്യക്തിയുടെ 5 ലക്ഷം രൂപ വാങ്ങി. ആരാണ് പറഞ്ഞത്? ആ പോറ്റിയാണ്. അതൊക്കെ അന്വേഷിക്കട്ടെ. എന്ത് അതാണെങ്കിലും അന്വേഷണം നടക്കട്ടെ. ഞാൻ വാങ്ങിച്ചു എന്നാണോ പറഞ്ഞിരിക്കുന്നത്? പോട്ടെ, അതൊന്നും പറഞ്ഞിട്ട് അതൊക്കെ നമുക്ക് അന്വേഷിക്കട്ടെ. എല്ലാം അന്വേഷിക്കട്ടെ, അത് വേണമെങ്കിൽ അന്വേഷിക്കട്ടെ. അപ്പൊ ഇതിനപ്പുറം ഒരു അന്വേഷണം ഒന്നും വരാനില്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ന്യൂസ് 18 മാത്രമാണ് ആ വാർത്ത ക്യാരി ചെയ്തിട്ടുള്ളത്. ഏത് രീതിയിലാണ് ആക്ഷേപം വന്നതെന്ന് എനിക്കറിയത്തില്ല. അത് എങ്ങനെയാണെന്ന് ആലോചിക്കും. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ദേവസ്വം ബോർഡ് അതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിക്കട്ടെ. അയ്യപ്പ സംഗമം നടത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു ഗരിമയെ ഇല്ലാതാക്കുക എന്നുള്ളത് വെച്ച് തന്നെയാണ് അദ്ദേഹം ആ ഗൂഢാലോചന നടത്തിയത്. അതിൽ ഈ റജികുമാർ ഉൾപ്പെടെ ഉണ്ടെന്നാണ് ഞാൻ സംശയിക്കുന്നത്. 2017 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടല്ലോ. നിങ്ങൾ 2017 കൊടിമരവും അതുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കുമ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടല്ലോ. ആ 2017 ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ട്. അതിനുശേഷം വരുവായിട്ടൊക്കെ തന്നെ നല്ല ഗൂഢാലോചന ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല ബന്ധമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു പൊളിറ്റിക്കൽ അല്ലേ ഉണ്ടാവുമല്ലോ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, കെ മുരളീധരൻ കത്ത് കൊടുത്തില്ലേ? പുതിയ മെമ്പറെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തില്ലേ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് ഈ SITയുടെ പുറത്ത് യാതൊരുവിധ സമ്മർദ്ദവും കൊടുത്തിട്ടില്ല. അന്വേഷണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷണത്തിൽ സ്വതന്ത്രമായി നടക്കട്ടെ എന്നുള്ള സമീപനമാണ് കഴിഞ്ഞ ഗവൺമെന്റ് എടുത്തത്. പക്ഷേ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു മെമ്പറെ കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് SITക്ക് ദേവസ്വം വകുപ്പ് മന്ത്രി കത്ത് കൊടുക്കുകയാണ്. ശരിയാണോ? രാഷ്ട്രീയപരമായ സമ്മർദ്ദം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് ഉണ്ടായിക്കൂടെ? പക്ഷെ അത് ഉണ്ടായില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? അല്ല, ഞാൻ തെളിവുണ്ടല്ലോ. കാരണം മുരളീധരൻ കത്ത് കൊടുത്തിരിക്കുകയല്ലേ. അല്ല, അതൊരു വലിയ കാര്യമല്ലോ. SITക്ക് അങ്ങനെ കത്ത് കൊടുക്കാൻ പാടുണ്ടോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം നടക്കുന്ന ഒരു അന്വേഷണ സംഘം, അതിന് മന്ത്രി കത്ത് കൊടുക്കാൻ പാടുണ്ടോ? അതൊരു തെളിവല്ലേ? ഞാനൊരു ഗൂഢാലോചന ആരോപിക്കുന്നു. അത് തെളിയിക്കേണ്ടതൊക്കെ പിന്നെ മറ്റ് അന്വേഷണ ഏജൻസികളാണ്. ഞാൻ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ആണ് ഈ ഗൂഢാലോചന നടക്കുന്നത്. അതിൽ രജികുമാർ ഉൾപ്പെടെ ഉണ്ടെന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കലായിട്ട് വരുമല്ലോ. ഉണ്ടാവും. അപ്പൊ ഈ കേസിന്റെ അന്വേഷണത്തെ സർക്കാർ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറിയോ? കാരണം ഹൈക്കോടതിയുടെ ഞാൻ വിചാരിക്കുന്നത് ഒരു നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് SITയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരൊന്നും ആ ഒരു സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് പോകുന്നവരല്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ ഹൈക്കോടതിയുടെ അന്വേഷണത്തോടോ ഈ പറയുന്ന SIT ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണത്തോടോ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അവർ നല്ല രീതിയിൽ തന്നെയാണ് അന്വേഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് ഇത് മാറിയത് എന്നുള്ളത് അപ്രതീക്ഷിതമാണ്.
പാടില്ലാത്തതാണ്. സർക്കാർ സമ്മർദ്ദമാണ് ഈ റിപ്പോർട്ടിന് പിന്നിലെന്നാണ്. സ്വാഭാവികമായും ഞാൻ അങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഇതിനകത്തുണ്ടെന്നാണ് ഞാൻ വിലയിരുത്തപ്പെടുന്നത്. കെ മുരളീധരൻ കത്ത് കൊടുത്തു എന്ന് പറഞ്ഞ ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ദേവസ്വം മന്ത്രിയുടെ മുന്നിൽ വന്ന ഒരു പരാതി SITക്ക് ഫോർവേഡ് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് നിയമപരമായി നിങ്ങൾ ഒന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. ബോർഡിലെ പഴയ സെക്രട്ടറിയാണ്. ഞങ്ങൾക്ക് SITയെ കുറിച്ച് ഒരു ആക്ഷേപമില്ല. SITയുടെ ഉദ്യോഗസ്ഥന്മാർ നല്ല രീതിയിൽ അന്വേഷണം സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നത്. സത്യസന്ധമായ ഒരു റിപ്പോർട്ട് കൊടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നെ 2 പ്രാവശ്യം 3 പ്രാവശ്യം എന്നെ SIT ഇതുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കാൻ എന്നെ വിളിച്ചിരുന്നു. ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരെ നിരവധി തവണയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അന്നൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി നമ്മളോട് ചോദിക്കുമല്ലോ. അപ്പോൾ